إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം ഏറെ പരിചയമുള്ള അറബി വാക്കാണ് സുന്നത്ത് എന്നുള്ള വാക്ക്. പലപ്പോഴും പല ആളുകളും സുന്നത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്ത കാര്യങ്ങളും മാത്രമാണ് എന്നാണ്. ഫിഖ്ഹിന്റെ ഭാഷയിൽ അങ്ങനെ പറയുമെങ്കിലും സുന്നത്ത് എന്ന് പൊതുവായി പറയുമ്പോൾ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ചര്യ എന്നാണ്. കിതാബും സുന്നത്തും അല്ലെങ്കിൽ തൗഹീദും സുന്നത്തും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണയായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുന്ന് അംഗീകരിച്ച കാര്യങ്ങൾ, അനുവദിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ തുടങ്ങിയതാണ് സുന്നത്ത് കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഹദീസിൻ്റെ സ്ഥാനമെന്താണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സുന്നത്തിൻ്റെ പ്രാമാണികത കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലും പ്രവാചകധ്യാപനങ്ങളിലും സുന്നത്തിൻ്റെ പ്രാധാന്യം കൃത്യമായിക്കൊണ്ട് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ അറിയിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. വ അത്തിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എന്ന പ്രയോഗവും നമുക്ക് കാണാൻ കഴിയും. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ് അനുസരിക്കുന്നത് എന്നാണ്. ആരെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ധിക്കരിക്കുന്നതെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ധിക്കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെയാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗഷിമ, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുതശിമാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ച കുത്തുന്ന സ്ത്രീകളെയും അത് കുത്താൻ ആവശ്യപ്പെടുന്നവരെയും ശപിച്ചിരിക്കുന്നു. വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ, അതുപോലെ തന്നെ മുഖത്തെ രോമം പറിക്കുന്ന, ഭംഗിക്ക് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്ന സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ സ്ത്രീകളായിരുന്നു ആ കാലത്ത് കൂടുതൽ അതൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലും അത്തരം സ്വഭാവങ്ങളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാറ്റു അടിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അല്ലാഹു തആല ശപിച്ച കാര്യമാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഈ വിഷയം ഒരാൾ ചെന്നിട്ട് ഉമ്മു യഅഖൂബ് എന്ന് പറയുന്ന സ്ത്രീയോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉമ്മു യഅഖൂബ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ആളുകളെയൊക്കെ നിങ്ങൾ ശപിച്ചു എന്ന് കേട്ടു, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അദ്ദേഹം പറഞ്ഞു, മാലി അൽഉനു മൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച ആളുകളെ എനിക്കെങ്ങനെ ശപിക്കാതിരിക്കാൻ കഴിയും? വമൻ ഹുവ ഫീ കിതാബില്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കിതാബിൽ ശപിച്ചവരെ എനിക്കെങ്ങനെ ശപിക്കാതിരിക്കാൻ കഴിയും? ആ സന്ദർഭത്തിൽ ഉമ്മു യഅഖൂബ് എന്ന് അറിയപ്പെടുന്ന സ്ത്രീ അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് ഖറഅതു മാ ബൈനൽ ലൗഹൈൻ ഫമാ വജദ്തു ഫീഹി മാ തഖൂൽ, വിശുദ്ധ ഖുർആൻ മുഴുവനും ഞാൻ ഓതിയിട്ടുണ്ട്, പക്ഷേ ഖുർആനിൽ എവിടെയും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ആ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ കുൻതി ഖറഅതിഹി ലഖദ് വജദ്തിഹി, നീ ഓതേണ്ട രൂപത്തിൽ ഓതുകയായിരുന്നെങ്കിൽ നിനക്കത് കാണാമായിരുന്നു. അമാ ഖറഅതി, നീ ഓതിയിട്ടില്ലേ? വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതർ എന്ത് കൊണ്ടുവന്നോ നിങ്ങൾ അത് സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് എന്തൊന്ന് വിലക്കിയോ അത് നിങ്ങൾ വർജിക്കുക എന്ന് അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഒരു കാര്യം ഖുർആനിൽ ഇല്ലെങ്കിലും ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരു കാര്യമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അനുസരിക്കണമെന്നും അവിടുന്ന് വിലക്കിയത് ഒഴിവാക്കണമെന്നും. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമായി കണ്ട കാര്യമാണത്. ലഉൽഫിയന്ന അഹദകും മുത്തഖിയൻ അലാ അരീകതിഹി, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, അവരുടെ പ്രത്യേകത അവർ അവരുടെ സോഫകളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. യഅതീഹിൽ അംറു മിൻ അംരി മിമ്മാ ഉമിർതു മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു, അയാളോട് ഞാൻ കൽപ്പിച്ച വല്ല കൽപ്പനയെയും പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിലക്കിയ വല്ല കാര്യത്തെയും പറ്റി അറിയിച്ചാൽ അയാൾ പറയും ഫയഖൂലു ലാ നദ്രി,
ഞങ്ങൾക്കതൊന്നും അറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അള്ളാന്റെ കിതാബിൽ ഞങ്ങളത് കണ്ടിട്ടില്ല, ഖുർആനിലുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാമായിരുന്നു എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. വേറെ റിപ്പോർട്ടിൽ കാണാം, അവര് പറയും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾക്ക് ഈ ഖുർആൻ മാത്രം മതി. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു, ആ ഖുർആനിൽ എന്താണോ ഹലാലായിട്ടുള്ളത് അത് ഹലാലായി സ്വീകരിക്കുക. ഫമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർരിമുഹു, ഖുർആനിൽ എന്തൊക്കെ ഹറാമായിട്ടുണ്ടോ അത് ഹറാമായി സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഹദീസ് വേണ്ട എന്ന രൂപത്തിൽ ചില ആളുകൾ സംസാരിക്കുമെന്ന സൂചന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഖുർആൻ മാത്രമല്ല പഠിപ്പിച്ചത്, മറിച്ച് അതിന്റെ വിശദീകരണമായ ഹദീസും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെ ജാഹിലിയത്തിന്റെ അന്ധകാരങ്ങളിൽ കഴിഞ്ഞ ജനതയെ പരിവർത്തിപ്പിച്ചെങ്ങനെ, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, യഅനി അൽ ഖുർആന വസ്സുന്ന, ഖുർആനും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചെടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ഖുർആനിനെ മുഴുവനായി സ്വീകരിക്കാത്ത ആളുകളാണ്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റേണ്ടതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഉറങ്ങി എണീറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചെയ്യേണ്ട വ്യത്യസ്ത കാര്യങ്ങളും ചൊല്ലേണ്ട വിവിധ പ്രാർത്ഥനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. തുപ്പുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഏത് കൈകൊണ്ടാണ് കുടിക്കേണ്ടത്, യാത്ര ചെയ്യുമ്പോഴുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദ എന്തൊക്കെയാണ്, വസ്ത്രം ധരിക്കുമ്പോൾ ഏത് പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്, വസ്ത്രം ഊരിവെക്കുമ്പോൾ ഏത് പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്, പുതുവസ്ത്രം ധരിച്ചവനെ കണ്ടാൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഒരാൾ നമുക്ക് ഭക്ഷണം വാങ്ങിത്തന്നാൽ അയാൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ എന്താണ് അയാളോട് നമ്മൾ പറയേണ്ടത്, നമ്മൾ തുമ്മിയാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അപ്പോൾ പാലിക്കേണ്ട മര്യാദ എന്താണ്, തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് പറയണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വാതിലടക്കണം, വിളക്കണക്കണം, പാത്രങ്ങൾ മൂടിവെക്കണം, കിടക്കുന്ന വിരിപ്പ് തട്ടി വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കിടക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങി എണീറ്റാൽ കൈ പാത്രത്തിലേക്കും മറ്റും പ്രവേശിക്കുന്നതിന് മുമ്പ് കൈയിലേക്ക് വെള്ളമൊഴിച്ച് കഴുകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല കാര്യങ്ങളെ പറ്റിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് പിൻപറ്റണമെന്ന് അല്ലാഹു പറയുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഒരു അയൽവാസി എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു സേനാനായകൻ എങ്ങനെയായിരിക്കണം, ഒരു പള്ളിയിലെ ഇമാം എങ്ങനെയായിരിക്കണം, ഒരു പള്ളിയിലെ ഖതീബ് എങ്ങനെയായിരിക്കണം, ഒരു കച്ചവടക്കാരൻ എങ്ങനെയായിരിക്കണം, തുടങ്ങി എല്ലാ രംഗത്തും അടുക്കള മുതൽ അന്താരാഷ്ട്രീയം വരെയുള്ള കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അടുക്കളയിൽ ഭാര്യമാരുടെ ജോലിയിൽ സഹായിച്ചിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതര മത സമുദായങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃകയാണ്. ആ മാതൃക സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്.
വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് തന്നെ ഖുർആനിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, താങ്കൾക്ക് നാം ഈ ഉത്ബോധനം ഇറക്കിയത് ജനങ്ങൾക്ക് താങ്കൾ ഇത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, ജനങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആനിന്റെ ആശയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന രൂപം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ആ രൂപം പഠിപ്പിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്ത് എന്ത് ചെയ്യണം എന്ന് കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ രൂപം പഠിപ്പിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക രൂപം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് പിൻപറ്റാതെ ഖുർആൻ അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ മുസ്ഹഫ് പരിശോധിച്ചു കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. നമ്മൾ പരിശോധിക്കുക, മുസ്ഹഫ് എടുത്തിട്ട് പരിശോധിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് എവിടെയെങ്കിലും കാണുമോ നോക്കുക. പിന്നെന്തുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു? അങ്ങനെ ചൊല്ലണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വലദ്ദാലീൻ എന്നതിന് ശേഷം ആമീൻ എന്ന് പറയണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് എവിടെയും അത് കാണാൻ കഴിയില്ല. നമസ്കാരം അവസാനിപ്പിക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നോ, സുജൂദിന്റെ രൂപം എങ്ങനെയാവണം, റുകൂഇന്റെ രൂപം എങ്ങനെയാവണം എന്നൊക്കെ വിശദീകരിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവർ ദീൻ വേണ്ട എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഒരിക്കൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് മുആദ എന്ന സ്ത്രീ കടന്നു വന്നു. അവര് പറയുകയാണ്, സഅൽതു ആയിഷത ഫഖുൽതു മാ ബാലുൽ ഹായിദി തഖ്ലി സ്സൗമ വലാ തഖ്ലി സ്വലാത്ത്. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആർത്തവകാരികളുടെ അവസ്ഥ എന്താണ്? അവർ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റുവിട്ടേണ്ടി വരുന്നു, എന്നാൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരം എന്താണ് അവർ പിന്നെ നിർവഹിക്കാത്തത്? ഇതെന്താ ഇങ്ങനെ? നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരം ഒഴിവാക്കിയിട്ടും ആർത്തവ സമയത്ത് നമസ്കാരിക്കാതിരുന്നിട്ടും പിന്നെ അവരത് വീട്ടുന്നില്ല, എന്നാൽ ആ സമയത്ത് നോമ്പ് അവർ വീട്ടുന്നു. എന്താണ് ഇങ്ങനെ? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, അഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്തിൽപ്പെട്ടവളാണോ? ഹറൂറിയത്ത് പറഞ്ഞാൽ ഖവാരിജികളിൽപ്പെട്ടൊരു വിഭാഗമാണ്. നല്ല ചോദ്യമുള്ളോ, നല്ല ചിന്തനീയമായ ചോദ്യമുള്ളോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ ഉമ്മത്തിന് ആവശ്യമെന്നല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. നീ ഹറൂറിയത്താണോ? കാരണം അവരാണ് ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കുക ദീനിനെതിരെ. ഈ സ്ത്രീ പറഞ്ഞു, ലസ്തു ബി ഹറൂറിയ, ഞാൻ ഹറൂറിയത്തല്ല, വലാകിന്നി അസ്അലു, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യുസീബുനാ ദാലിക ഫനുഅമറു ബിഖളാഇ സ്സൗം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ആർത്തവുണ്ടായപ്പോ ഞങ്ങള് നോമ്പ് നോറ്റ് വീട്ടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. വലാ നുഅമറു ബിഖളാഇ സ്വലാത്ത്, നമസ്കാരം പിന്നെ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സ്വീകരിക്കുക, വിലക്കിയോ അത് ഒഴിവാക്കുക. കിതാബിലും സുന്നത്തിലും എന്തുണ്ടോ അത് സ്വീകരിക്കുക. ജൂതന്മാര് പറഞ്ഞു, കച്ചവടവും പലിശയും ഒരേപോലെ തന്നെയല്ല, എന്താ വ്യത്യാസം? അതും ലാഭം ഉണ്ടാക്കുന്ന പരിപാടി, ഇതും ലാഭം ഉണ്ടാക്കുന്ന പരിപാടി. അള്ളാഹ് പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു തആല കച്ചവടത്തെ അനുവദിച്ചിരിക്കുന്നു, പലിശയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഏത് വിഷയത്തിലും ഇതെന്തുകൊണ്ട് ഹറാമ് എന്ന് ചോദിച്ച് പല ഹറാമുകളെയും ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, വലത്തെ കൈ കൊണ്ട് കുടിക്കണതിന് പകരം ഇടത്തെ കൈ കൊണ്ട് കുടിച്ചപ്പോ എന്താ സംഭവിക്കുക? പുരുഷന്മാര് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച അത് നരകത്ത് പോവോ? അങ്ങനെ ആ സ്വർഗം നമുക്ക് വേണം, നമുക്ക് ആ നരകം മതി എന്നൊക്കെ പറയുന്ന ആളുകള്, സുന്നത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. മറിച്ച് സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന നിലപാടായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ
ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം. വിശ്വാസിയായ പെണ്ണിനോ ആണിനോ പാടില്ല അല്ലാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ വിഷയത്തിൽ സ്വന്തമായൊരു അഭിപ്രായം പാടില്ല. മൈ ലൈഫ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണെന്നൊരു വിശ്വാസിക്ക് പറയാൻ പാടില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞതിനെതിരായി ആര് പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല. ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടികർത്താവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താടി സമൃദ്ധമായി നീട്ടി വളർത്താൻ പറയുന്നു. നമ്മുടെ ഭാര്യ പറയുന്നു നിങ്ങൾ താടിയൊക്കെ വടിക്കണം, എന്ന് വെട്ടിച്ചെറുതാക്കണം. അള്ളാഹിന്റെ റസൂൽ അനുസരിക്കണോ അല്ല നമ്മുടെ ഭാര്യ അനുസരിക്കണോ? നമ്മുടെ ഭർത്താവ് നമ്മൾ പുറത്തിറങ്ങുമ്പോ ഇസ്ലാമികമല്ലാത്ത വസ്ത്രം ധരിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ആരനുസരിക്കണം? എല്ലാ രംഗത്തും അള്ളാഹുവിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമ്മൾ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. നബി പറഞ്ഞു അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിന്മേൽ നിൽക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം നൽകുന്നവരുമായ എന്റെ സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ പിൻപറ്റുക. തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക. അസ്സുന്നത്തു കസഫീനത്തി നൂഹ് അലൈഹിസ്സലാം എന്നാണ്. സുന്നത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. ആ കപ്പലിൽ കയറിയാൽ വെള്ളപ്പൊക്കൊന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവർ പരാജയപ്പെടും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എതിർത്ത് നിൽക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത മറ്റൊരു വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവനെ നാം തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചു കളയും, അവനെ നരകത്തിലിട്ട് കരിക്കും. അതത്ര മോശമായ സങ്കേതമാകുന്നു എന്ന് സൂറത്തു നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിവിയക്കുകയില്ല. ഒന്നെന്താ? കിതാബ് അല്ലാഹ്, അള്ളാന്റെ കിതാബ്, അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. വസുന്നത നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കിതാബും സുന്നത്തുമാകുന്ന നമ്മുടെ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുക. അല്ലാഹു തആല നമ്മെ അത്തരം സദ്വൃച്ചരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നബിയിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകളും രേഖപ്പെടുത്തി വെച്ച ആളുകളാണ്. ചില ആളുകൾ മനഃപ്പാഠമാക്കും, ചില ആളുകൾ അത് എഴുതി വെക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരീദു ഹിഫ്ളഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു, അത് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫനഹതനി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെ തടഞ്ഞു. അവര് പറഞ്ഞു, അതക്തുബു കുല്ല ഷൈഇൻ തസ്മഉഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ യതകല്ലം ഫിൽ ഗളബി വരിള. നബിയിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ എന്തിനാ രേഖപ്പെടുത്തി വെക്കുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഇടയ്ക്ക് ദേഷ്യം പിടിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ദേഷ്യമില്ലാത്ത സമയത്ത് സംസാരിക്കും. ഒരു മനുഷ്യൻ പറയുന്നത് മുഴുവനും ഇങ്ങനെ രേഖപ്പെടുത്തിയാൽ അതിൽ അബദ്ധം വരില്ലേ എന്ന രൂപത്തിലാണ് അവർ ചോദിച്ചത്. അപ്പം അദ്ദേഹം പറയണം, ഞാനിപ്പിന്നെ നബി പറയുന്നത് എഴുതാതിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ വാക്കുകളൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു, എന്നാൽ അവർ തടഞ്ഞതിന് ശേഷം ഞാൻ എഴുതാറില്ല. ആ സമയത്ത് നബി പറഞ്ഞു, ഉക്തുബ്. നബി ഞാൻ ആദ്യം വായിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉക്തുബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖുൻ. നീ എഴുതി വെക്കുക, ഇതിൽ നിന്ന്, ഈ വായയിൽ നിന്ന്, ഈ സംസാരങ്ങളിൽ ഹക്കല്ലാത്ത ഒന്നും തന്നെ ഉണ്ടാവുകയില്ല.
ഈ വായിൽ നിന്ന് ഹക്കല്ലാത്ത ഒന്നും പുറത്തു വരികയില്ല, അതുകൊണ്ട് നീ എഴുതി വെക്കുക എന്നാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല, കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുള്ളൂ. നബി പറയുന്നുണ്ട്, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അറിയുക, എനിക്ക് കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു, അതോടൊപ്പം അതുപോലുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. ഏഴാകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുമായി മാത്രമല്ല ഇറങ്ങി വന്നിട്ടുള്ളത്, ഹദീസുമായും മലക്ക് ഇറങ്ങി വന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. നിങ്ങൾക്ക് അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും നമ്മൾ ഹജ്ജ് ചെയ്യണോ? ഫസകത ഹത്താ ഖാലഹാ സലാസ. നബി മിണ്ടാതിരുന്നു, ഒന്നും മറുപടി പറഞ്ഞില്ല. 3 പ്രാവശ്യം അയാൾ ഇത് ആവർത്തിച്ചു. നബി അപ്പോൾ പറഞ്ഞു, ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എഴുന്നേറ്റ് പറഞ്ഞു, ലൗ ഖുൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമാകുമായിരുന്നു. അതുകൊണ്ട് വലമ്മസ്തതഅതും, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് എന്താണ് നൽകിയത് അതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം, നിങ്ങൾക്കുള്ള മുൻഗാമികളെ അവർ നശിക്കാനുള്ള കാരണം അമിതമായ ചോദ്യങ്ങളാണ്. വഖ്തിലാഫിഹിം അല അംബിയാഹിം, പ്രവാചകന്മാര് പറഞ്ഞതിന് എതിരായി ജീവിക്കലും അല്ലെങ്കിൽ നിൽക്കലുമാകുന്നു. ഫഇദാ അമർതുക്കും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് വല്ല കാര്യങ്ങളും കൽപ്പിച്ചാൽ നിങ്ങളത് കഴിവിന്റെ പരമാവധി ചെയ്യുക. വഇദാ നഹൈതുക്കും അൻ ശൈഇ ഫദഉ, ഞാൻ നിങ്ങൾക്ക് വല്ലതും വിലക്കിയാൽ നിങ്ങളത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് അള്ളാന്റെ റസൂല് വിലക്കിയതാണോ, അള്ള വിലക്കിയതാണോ, റസൂല് വിലക്കിയതാണോ എന്ന് പരിശോധിച്ചിട്ട് വിലക്കിയതാണെങ്കിൽ, അള്ളാഹുവെ റസൂലിനെയും സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. പല കാര്യങ്ങളും നമ്മോട് പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ സത്യവിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമാണോ, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യമാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിക്കുന്ന, കൽപ്പിച്ചതനുസരിക്കുന്ന, വിലക്കിയത് വർജിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. അല്ലാഹു തആല പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد. الحمد لله.